ഏറ്റവും സിമ്പിളായിട്ട് സാരിയുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് ഒപ്പം നമ്പർ ഓഫ് പ്ലീറ്റ്സ് കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഈ വീഡിയോ. എല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് സാരീൻ്റെ പല്ലു നമ്മൾ ഇത് ഓപ്പോസിറ്റായിട്ട് പിടിച്ചതാണ് കേട്ടോ. ഓപ്പോസിറ്റായിട്ട് ഇത് നമ്മുടെ ഷോൾഡറിൽ വരുന്ന ഭാഗമാണ് ഇത്. അതാണ് ഞാൻ പിന്നെ ചെയ്തിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെച്ചതാണ്. അതിന് ശേഷം നമ്മൾ സാരി ഇങ്ങനെ വിരിച്ച് വെക്കുക. അയൺ ചെയ്യുന്ന ടേബിളിൽ വിരിച്ച് വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ സാരിയുടെ ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എൻഡിൽ മിക്കവാറും ഒരുവിധം ആൾക്കാർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഇഞ്ച് ആയിരിക്കും. അത് നമ്മളൊരു ടേപ്പ് എടുത്തിട്ട് മെഷർ ചെയ്യുക. ഒരു 4 ഇഞ്ചിൻ്റെ അകത്ത് ഇത് മെഷർ ചെയ്തിട്ട് ഈ ഒരളവ്, ഇതിപ്പോൾ 4 ഇഞ്ചാണ്. ഇങ്ങനെ 4 ഇഞ്ചിൽ എടുത്തതിന് ശേഷം ഇത് കറക്റ്റാക്കിയിട്ട് 4 ഇഞ്ചിൽ മടക്കി വെച്ചതിന് ശേഷം അകത്തോട്ട് മടക്കി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അയൺ ചെയ്തെടുക്കുക. ഇത് അയൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം സാരിയുടെ മറ്റേ എൻഡ് എടുത്ത് ഈ ലൈന് നമ്മൾ ഇത് മെഷർമെൻ്റ് ആണ് നമ്മുടെ ഈ ലൈനിന് കറക്റ്റായിട്ട് സാരി നമ്മൾ ഇതേപോലെ വിരിച്ച് വെക്കുക. ഇത് നമ്മൾ കറക്റ്റ് ഈ ഒരു ലൈനിന് കറക്റ്റാക്കിയിട്ട് നമ്മൾ മടക്കിയതിന് ശേഷം ഈ ഒരു ഏരിയ അയൺ ചെയ്യാം. അത് വീണ്ടും നമ്മൾ ഈ ഒരു ലൈനിലേക്ക് ഇതിനെ കറക്റ്റായിട്ട് ഒന്നുകൂടെ മടക്കുക. മടക്കിയിട്ട് അത് വീണ്ടും പ്രസ് ചെയ്യാം. ഇതിനെ അഗെയിൻ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത് അത് വീണ്ടും അയൺ ചെയ്യാം. അങ്ങനെ ഇത് മടക്കി 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 മാക്സിമം ചെറുതായിട്ട് ഇത്ര വരെ നമ്മൾ ഇത് മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കുക. ഇത് അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് മാറ്റാം. ഇതിലിപ്പം ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ലൈൻസ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻഡ് വരുന്ന പോർഷൻ. അതിന് ശേഷമുള്ള ഓരോ ലൈനും നമ്മൾ ഒരു ലൈന് വിട്ടിട്ട് ഓൾട്ടർനേറ്റീവായിട്ട്, ഇതിൻ്റെ ഇപ്പോൾ ഒരു ലൈൻ ഇവിടെയാണ് വരുന്നത്, അത് ഞാൻ വിട്ടു, ഈ സെക്കൻഡ് ഇതിൽ പിടിച്ചു. അതേപോലെ ഒരെണ്ണം വിട്ടിട്ട് ഇതിൽ പിടിച്ചു, ഒരെണ്ണം വിട്ടിട്ട് ഇതിൽ പിടിച്ചു. ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മളിത് മടക്കിയെടുക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് ഓൾട്ടർനേറ്റീവായിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. 1 2 3 4 5 6 7 8 9 എണ്ണം നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പം ഉള്ള ബുദ്ധിമുട്ടില്ല. വളരെ സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് പ്ലീറ്റ്സ് പിടിക്കാനും പറ്റും. അതും എല്ലാം നമുക്ക് ഒരേപോലെ പിടിച്ചെടുക്കാനും പറ്റും. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.